ഹലോ നമസ്കാരം, വെൽക്കം ടു ഷൈനിബിന്ദുസ് വേൾഡ്. അപ്പോൾ ഞാൻ കുറേ വീഡിയോ ഒന്നും ഇടണ്ടെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ ഫൈനലായിട്ടൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ കുറേ പേരൊക്കെ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്തു, ഇനിയും വീഡിയോ ഇടണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് ബ്രൈറ്റനിങ് ഒക്കെ ആയിട്ടുള്ള ഒരു ഓയിലാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാൻ പോവുകയാണ്. ഇന്ന് എൻ്റെ ഒരു ഏജ് ഞാൻ റിവീൽ ചെയ്യാൻ പോവാണ്. നിങ്ങൾ തമ്പനയിൽ നോക്കിയിട്ടുണ്ടാവും. ഐ ആം ഇൻ 40. ഞാനിപ്പോൾ 40യിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 40 വയസ്സ്. അത് പ്രവേശിച്ചിട്ട് 2-3 മാസമൊക്കെ ആയി. അപ്പോൾ എനിക്ക് വന്ന ചേഞ്ച് ഞാൻ പറയാം. ഇപ്പം ഞാൻ മുഖത്ത് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ഫേസ് വാഷ് ചെയ്തിട്ട് അങ്ങനെ വന്നിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന സ്കിൻ വൈറ്റനിങ് ബ്രൈറ്റനിങ് എന്നൊക്കെ പറഞ്ഞ ഓയിലാണല്ലോ. അപ്പോൾ ഓയിൽ മസാജ് ചെയ്ത് കാണിക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസറോ ഒന്നും അപ്ലൈ ചെയ്യാതെ ഒരു വിത്തൗട്ട് മേക്കപ്പിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അമ്മച്ചി കെട്ടൊക്കെ കെട്ടി ഇങ്ങനെ വന്നിരിക്കുന്നത്. ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ മഹാബോറാണ്. അത് കാരണം അതിനുവേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ 40യിലേക്ക്, ഞാൻ പറഞ്ഞില്ല 40 വയസ്സിലേക്ക് പ്രവേശിച്ച് 3 മാസമൊക്കെ ആയി. അതിന്ന് റിവീൽ ചെയ്യുകയാണ്. പിന്നെന്താ, അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടേ ഇരിക്കും എൻ്റെ സ്കിൻ ഓയിലി എക്സ്ട്രീം ഓയിലി എന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ 40 വയസ്സിലേക്ക് പ്രവേശിച്ചപ്പോൾ എനിക്കിപ്പോൾ ഉണ്ടായ മാറ്റം എന്താണെന്ന് വെച്ചാൽ, എക്സ്ട്രീം ഓയിലി ആയിരുന്ന എൻ്റെ സ്കിന്നിന് ഒരു ഓയിലും അപ്ലൈ ചെയ്യാൻ പറ്റാതിരുന്ന എൻ്റെ സ്കിന്ന് ഇപ്പോൾ ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നാച്ചുറൽ ജന്മന എനിക്ക് ഡ്രൈ സ്കിന്നായിരുന്നു. ഇടയിൽ വെച്ച് എക്സ്ട്രീം ഓയിലി ആയതാണ്. പക്ഷേ എന്നിട്ട് അത് എനിക്ക് ഭയങ്കര എക്സ്ട്രീം ഓയിലി എന്ന് വെച്ചാൽ ഓയിൽ തൊടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ സൂപ്പർ ഡ്രൈ ആണ്. അപ്പോൾ ഞാൻ എന്താണ് പെട്ടെന്ന് എൻ്റെ സ്കിന്നിങ്ങനെ ഡ്രൈ ആയി എന്ന് പറഞ്ഞ് ഞാൻ അത് സെർച്ച് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, നമ്മളൊരു 40ലൊക്കെ പ്രവേശിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള കൊളാജൻ പ്രൊഡക്ഷൻ നന്നായിട്ട് കുറയുകയും നമ്മുടെ സ്കിന്ന് വലിഞ്ഞു മുറുകി ഒരു ഡ്രൈനെസ്സിലേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ ആ സിറ്റുവേഷനാണ് എനിക്കിപ്പോൾ. നല്ല ഡ്രൈ ആണ്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ല, ക്യാമറയിൽ കാണുമ്പോൾ ഒന്നും തോന്നുന്നുണ്ടാവില്ല. പക്ഷേ എൻ്റെ അവസ്ഥ അതാണ്. ഇപ്പോൾ സൂപ്പർ ഡ്രൈ ആണ്. അത് കാരണം എൻ്റെ സ്കിൻ കെയർ മൊത്തത്തിൽ മാറി, ടോട്ടലായിട്ട് മാറി. നേരത്തെ ഞാൻ ഉപയോഗിച്ചിരുന്ന ഓയിൽ കൺട്രോൾ ചെയ്യാനുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ മാറി. ഇപ്പോൾ കുറച്ച് ഓയിലായിട്ട് വച്ചിരിക്കാൻ പറ്റുന്ന മോയ്സ്ചറൈസർ, സൺസ്ക്രീനൊക്കെ അധികം യൂസ് ചെയ്യുന്നു. മോയ്സ്ചറൈസർ അതൊക്കെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ ചില ആക്റ്റീവ്സ് അടങ്ങിയ പ്രോഡക്ട്സ് അതൊക്കെ എൻ്റെ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം നല്ല ഡ്രൈ ആണ്. കാരണം പെട്ടെന്നൊരു ചേഞ്ച് വന്നു. 40 ഒക്കെ ആകുമ്പോൾ അങ്ങനെ ചേഞ്ച് വരാറുണ്ടെന്ന്, നമ്മുടെ സ്കിന്ന് എക്സ്ട്രീം ഡ്രൈ ആവുമെന്ന്. അപ്പോൾ ആ അവസ്ഥയാണ് എനിക്കിപ്പോൾ. ഇടയ്ക്ക് നല്ല ഡ്രൈ ആയി ചൊറിച്ചിൽ ഇച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. ഞാൻ അതിനുള്ള ഇപ്പം ഞാൻ കൂടുതൽ ഓയിൽ മസാജൊക്കെ ചെയ്യാൻ തുടങ്ങി. മുഖത്ത് ഓയിൽ മസാജൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറച്ച് ഡ്രൈനെസ് ഒക്കെ മാറി വരുന്നുണ്ട്. പിന്നെ നമ്മൾ 40യിലേക്ക് പോകുമ്പോൾ കൊളാജൻ പ്രൊഡക്ഷൻ കുറയുമ്പോൾ തന്നെ നമുക്കിവിടെ ഫൈൻ ലൈൻസ്, അതുപോലെ ഈ കണ്ണിനടിയിൽ ഈ ചെറിയ ചെറിയ വരകളൊക്കെ വരാൻ തുടങ്ങും. അതിപ്പോൾ അങ്ങനെയൊക്കെ എനിക്കൊരു ചേഞ്ച് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കൂടുതൽ ഓയിൽ മസാജൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഈ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ ഞാൻ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിൽ നമ്മൾ 2 സൂപ്പർ ഇൻഗ്രീഡിയൻറ്റ് വെച്ചാണ്, വേറെ ഉള്ളതും സൂപ്പർ ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്, എന്നാലും എക്സ്ട്രാ സൂപ്പർ എന്ന് പറയുന്ന 2 ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വെച്ചിരിക്കാനും മോയ്സ്ചറൈസായിട്ട് വെച്ചിരിക്കാനും അതുപോലെ ടാനും പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റി നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ സഹായിക്കും. കുറച്ച് ബ്രൈറ്റ്നെസ് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഓയിൽ ഉണ്ടാക്കി നമ്മൾ ഡെയിലി ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടിരുന്നാൽ വളരെ നല്ലതാണ്. ഇത് ഓയിൽ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഓയിൽ സ്കിന്നുകാർ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം ഒത്തിരി സമയം വെച്ചിരിക്കാതെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് കുഴപ്പമില്ല, ഒരു അരമണിക്കൂറൊക്കെ വെച്ചിരിക്കുക. ഇപ്പോൾ എൻ്റെ സ്കിന്നിൽ ഞാൻ ഓയിലൊക്കെ ഒരു അരമണിക്കൂറൊക്കെ വെച്ചിരിക്കുക. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയ പിമ്പിൾസ് പോലെയൊക്കെ വന്ന് അങ്ങനെ എനിക്കങ്ങനൊന്നും തോന്നുന്നില്ല. ഇപ്പോൾ ഓക്കെയാണ് എൻ്റെ സ്കിൻ. കാരണം സൂപ്പർ ഡ്രൈ ആയല്ലോ, അത് കാരണം എനിക്ക് ഓയിലൊക്കെ അരമണിക്കൂർ വെച്ചിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഡെയിലി ഈ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കുറേ ടൈം വച്ചിരിക്കാറുണ്ട് ഇപ്പോൾ. അപ്പോൾ 40ലൊക്കെ എത്തുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല നമ്മുടെ സ്കിന്നിന് എന്താ പറ്റി. പെട്ടെന്ന് റിങ്കിൾസ് നല്ല ഡ്രൈ ആകുന്നു, ചൊറിയുന്നു. എനിക്ക് ഇച്ചിങ് ഭയങ്കര ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താണെന്ന് അറിയാതെ ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത് ഇതാണ് പ്രോബ്ലം എന്ന്. ആദ്യമൊക്കെ ഞാൻ അതിന് വേണ്ടി
മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഓയിൻമെൻ്റൊക്കെ വാങ്ങി ഇട്ട്, കാരണം നല്ല ചൊറിച്ചിൽ, ഇറിറ്റേഷൻ, ഒരു പ്രോഡക്റ്റ്സ് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത പോലെ അങ്ങനെയൊക്കെ ആയി. അപ്പോൾ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഓയിൻമെൻ്റൊക്കെ വാങ്ങി, അതിനുള്ള ഓയിൻമെൻ്റൊക്കെ വാങ്ങിയിരുന്നു. അപ്പോൾ ഇടുമ്പോൾ നന്നായിരുന്നു. പിന്നെയാണ് ഞാൻ അതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ സ്കിന്ന് കുറച്ച് ഡ്രൈ ആവും. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കിൻ കെയർ മാറ്റണം, നമ്മുടെ മോയ്സ്ചറൈസർ മാറ്റണം, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിനടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിലാളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം വേണ്ടത് ഞാനിങ്ങനെ ഒരു ഗ്ലാസ് നിറച്ച് കോക്കനട്ട് ഓയിൽ, നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന ഓയിൽ എടുക്കാം. അതായത് ആൽമണ്ട് ഓയിൽ എടുക്കാം, ഒലീവ് ഓയിൽ എടുക്കാം, നല്ലെണ്ണ എടുക്കാം. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ ഓയിലൊക്കെ എടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഗ്ലാസ് നിറച്ച് കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പാലാണ്. കാരണം നമ്മുടെ സാധാരണ പശുവിൻ പാൽ, പച്ചപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് ഓയിലിന് 1/4 ഗ്ലാസ് പാൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ പശുവിൻ പാൽ, നിങ്ങൾക്ക് ഗോട്ട് മിൽക്ക് പാൽ, അതായത് ആട്ടിൻ്റെ പാൽ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഗോട്ട് മിൽക്ക് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്ലീച്ച് ചെയ്യാൻ സഹായിക്കും, നന്നായിട്ട് വൈറ്റൻ ചെയ്യാൻ സഹായിക്കും. എനിക്ക് കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ പശുവും പാൽ എടുത്തിരിക്കുന്നത്. പശുവും പാലും നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിനെ ബ്ലീച്ച് ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ സഹായിക്കും. എന്നാൽ കൂടുതൽ നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്നത് ഗോട്ട് മിൽക്കാണ്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഗോട്ട് മിൽക്ക് എടുക്കുക. അപ്പോൾ ഒരു ഗ്ലാസ് ഓയിലിന് 1/4 ഗ്ലാസ് പാൽ. അപ്പോൾ ഞാനതിവിടെ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് മഞ്ചിഷ്ടയാണ്. മഞ്ചിഷ്ടയുടെ വേര്, അതായത് മഞ്ചട്ടി എന്ന് പറയും, അതുപോലെ മഞ്ചിഷ്ട എന്ന് പറയും. ഇത് നമുക്ക് ആയുർവേദ മരുന്ന് കടയിലെല്ലാം വാങ്ങാൻ കിട്ടും. ഇത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ടാനൊക്കെ മാറ്റാനും പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാനും സഹായിക്കുന്ന ഒരു ആയുർവേദ ഇൻഗ്രീഡിയൻ്റ് ആണ് മഞ്ചിഷ്ടയുടെ വേര്. ഇതെല്ലാം ആയുർവേദ മരുന്ന് കടയിലും വാങ്ങാൻ കിട്ടും. നമ്മുടെ സ്കിൻ വൈറ്റനിങ് ക്രീംസിലൊക്കെ ചില ആയുർവേദ വൈറ്റനിങ് ക്രീംസിലെല്ലാം ഉപയോഗിക്കുന്ന സാധനമാണ്. അതുപോലെ ഓയിൽസിൽ നമ്മുടെ ദിനേശവല്യാതി ഓയിൽ, മഞ്ചിഷ്ടാതി ഓയിൽ, അങ്ങനത്തെ ഓയിൽസിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു വൈറ്റനിങ് ഏജൻ്റാണ് നമ്മുടെ മഞ്ചിഷ്ട. അപ്പോൾ അത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത്രയും, അതായത് ഒരു കയ്യിൽ നമ്മളിങ്ങനെ പിടിക്കുന്ന അളവിന് മഞ്ചട്ടി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് വേണ്ടത് നമുക്ക് അതിമധുരം, നമ്മുടെ ലിക്കർ റൈസ് ഉണ്ടല്ലോ, അതിമധുരമാണ് നമുക്ക് വേണ്ടത്. അതിമധുരം എല്ലാ ബ്യൂട്ടി ക്രീമിലും ഉൾപ്പെടുത്തുന്ന ഒരു സാധനമാണ് ലിക്കർ റൈസ്. ഇത് നമ്മുടെ സ്കിന്നിനെ നാച്ചുറലായിട്ട് വൈറ്റൻ ചെയ്യാൻ സഹായിക്കും. എല്ലാ ബ്യൂട്ടി ക്രീംസിലും ലിക്കർ റൈസ് എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്യാറുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ലിക്കർ റൈസിൻ്റെ ഈ തടി പോലത്തെ വരുന്നുണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ പൊടി എടുക്കുന്നത്. 1 സ്പൂൺ പൊടി ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ആ തടി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞളാണ്. അതായത് നമ്മുടെ കസ്തൂരി മഞ്ഞളാണെങ്കിൽ കസ്തൂരി മഞ്ഞൾ മതി. ഞാനിപ്പോൾ എടുക്കുന്നത് മരമഞ്ഞളാണ്. അതായത് മരമഞ്ഞളെന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ ഭയങ്കര കളറ് കാണിക്കില്ല നമ്മുടെ മുഖത്ത്, മഞ്ഞ കളറ്, ആ മഞ്ഞ ടിൻറ്റ് വരില്ല. അതുപോലെ മരമഞ്ഞൾ നല്ലതാണ് നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷനെയും ടാനൊക്കെ മാറ്റാനും ബ്രൈറ്റൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് മരമഞ്ഞൾ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മരമഞ്ഞൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ അതും ഇവിടെ 1 സ്പൂൺ ഇതുപോലെ നിറച്ച് 1 സ്പൂൺ എടുക്കുന്നുണ്ട്. ഇത് 1 സ്പൂൺ നിറച്ചില്ല, കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ കസ്തൂരി മഞ്ഞളാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ 1 സ്പൂണൊന്നും വേണ്ട, കാരണം നല്ല മഞ്ഞ കളറായിട്ട് കാണിക്കും. അത് കാരണം 1/2 ടീസ്പൂണൊക്കെ മതി. ഞാനിവിടെ മരമഞ്ഞൾ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ മരമഞ്ഞൾ ഇല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ എടുക്കാം. മരമഞ്ഞളൊക്കെ ആയുർവേദ മരുന്ന് കടയിൽ വാങ്ങാൻ കിട്ടും. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് രാമച്ചാണ്. ഇത് നമ്മുടെ സ്കിന്നിനെ കൂളാക്കാൻ, അതുപോലെ ഹീറ്റിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ, അത് നമുക്ക് ഇൻടേക്ക് ആയിട്ട് എടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ ബോഡി ഹീറ്റിനെ കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഞാനിതിട്ട് വെള്ളമൊക്കെ കാച്ചി കുടിക്കാറുണ്ട്. അപ്പോൾ ഇത് നല്ലതാണ് ശരീരത്തിനും നല്ലതാണ്, ഇത് സ്കിന്നിനും നല്ലതാണ്. സ്കിന്നിനെ ഒന്ന് ഗ്ലോ ആയിട്ട് വെച്ചിരിക്കാനും അതുപോലെ പിഗ്മെൻറ്റേഷനെയൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ് നമ്മുടെ രാമൻ. അതും ഇതുപോലെ തന്നെ ഒരു കൈക്ക് പിടിക്കുന്ന അളവിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. പിന്നെ ഓയിലും പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് എണ്ണ കാച്ചി എടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ അടി കട്ടിയുള്ള ഒരു ചീനിച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അടി കട്ടിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്, കാരണം അപ്പോൾ എണ്ണ അങ്ങ് പെട്ടെന്ന് വറ്റിപ്പോകില്ല. അപ്പോൾ ഞാനിങ്ങനെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കും. അപ്പം ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ. ഇനി ഇതിലേക്ക് നമ്മുടെ പാലുണ്ടല്ലോ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഞാനിവിടെ ഒരു 1/4
1/4 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പശുവിൻ പാല് റോ മിൽക്ക്, അതൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളിടാൻ പോകുന്നത് നമ്മുടെ ഈ പൊടികളൊക്കെ നമുക്ക് തിളച്ചതിന് ശേഷം, അതായത് ഇറക്കാൻ നേരത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനത്തെ റായായിട്ട് നിങ്ങൾ എടുക്കുന്നതെല്ലാം കസ്തൂരി മഞ്ഞളും അതിമധുരവും എല്ലാം ഇങ്ങനത്തെ തടി അങ്ങനത്തെ പൊടിയല്ലാത്തതാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഫസ്റ്റിലേ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ പൊടികൾ എടുത്തിരിക്കുന്നത് കാരണം പൊടികൾ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല, എന്നാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിന് നമുക്ക് ശരിക്കുള്ള റിസൾട്ട് കിട്ടില്ല. എണ്ണയെല്ലാം വെന്ത് ഇറക്കാറാവുമ്പോൾ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തീ കൂട്ടി കൊടുക്കാം. ഇതൊന്ന് എണ്ണ ഒന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് തീ കൂട്ടി വയ്ക്കാം. തിളച്ചതിന് ശേഷം എപ്പോഴും നമ്മൾ നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് മാത്രമേ ചെയ്യാവൂ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ മഞ്ചിഷ്ടയുടെ അളവ് കുറച്ചുകൂടെ കൂട്ടിയിട്ട് കൊടുക്കാം, കാരണം നല്ലതാണ്. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിനി തീ കുറച്ച് വെച്ച് കൊടുക്കുകയാണ്. എപ്പോഴും ലോ ഫ്ലെയിമിൽ മാത്രമേ വെച്ച് ചെയ്യാവൂ. അപ്പോൾ ഇതെല്ലാം ഇരുന്ന് ഇനി ഒന്ന് വെന്ത് വരണം, അതുവരെ ലോ ഫ്ലെയിമിലിരിക്കട്ടെ. മഞ്ചിഷ്ടം ഒരല്പം കൂടെ ഇത്രയ്ക്ക് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പാല് സ്യൂട്ടാവില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ പാല്. കാരണം പാൽ എല്ലാവരുടെയും സ്കിന്നിന് സ്യൂട്ടായെന്ന് വരില്ല. പിന്നെ എണ്ണയിൽ കാച്ചി എടുക്കുമ്പോൾ വലിയ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ നന്നായിട്ട് മാച്ചാവും. പിന്നെ ഓയിലി സ്കിന്നുകാർക്ക് സ്യൂട്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ്, കാരണം അതിൽ നാച്ചുറൽ ബ്ലീച്ചിങ് ഏജൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. നാച്ചുറലായിട്ട് ആ പിഗ്മെൻറ്റേഷനെയും ടാനൊക്കെ മാറ്റി നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കും. ആയുർവേദ പ്രോഡക്റ്റ്സ് എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ലൊരു സാധനമാണ്. ഇത് വെച്ച് നമുക്ക് സോപ്പ് ഉണ്ടാക്കാം, ഈ ഓയിലെടുത്ത് ക്രീംസ് ഉണ്ടാക്കാം. അതിനൊക്കെ സഹായിക്കുന്ന ആയുർവേദ ക്രീംസ് ഉണ്ടാക്കാം. അതിനൊക്കെ ഈ ഓയിൽ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. പാലൊഴിച്ചത് കൊണ്ട് തന്നെ കുറച്ച് സമയമെടുക്കും ഇത് വെന്ത് വരാൻ. പാലൊഴിച്ചില്ലെങ്കിൽ നമുക്ക് പെട്ടെന്നാവും, കാരണം എല്ലാം ഡ്രൈ ആണല്ലോ, ഡ്രൈ സാധനങ്ങളാണല്ലോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ഉടനെ ആവും. ഇതിൽ പാലൊഴിച്ചു കൊടുത്തിരുന്നതുകൊണ്ട് കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് എണ്ണയുടെ. അപ്പോൾ ഇനി നമുക്ക് എണ്ണ കാഞ്ഞോ എന്നൊന്ന് നോക്കണം. നമ്മൾ സാധാരണ നോക്കാറ് ഇങ്ങനെ അരി ഉണ്ടല്ലോ, നമ്മുടെ സാധാരണ നമ്മൾ കഞ്ഞിക്കെടുക്കുന്ന അരി ഉണ്ടല്ലോ, അതിനെ ഇങ്ങനെ ഇട്ട് നോക്കും. ഇട്ടത് അത് പൊട്ടി ഇങ്ങനെ പൊങ്ങി വരികയാണെങ്കിൽ, പൊട്ടി അങ്ങനെ നമ്മൾ പൊരിഞ്ഞിങ്ങനെ വരികയാണെങ്കിൽ എണ്ണ പാകമായി എന്നർത്ഥം. അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊരിഞ്ഞ് വന്നിട്ടില്ല, അപ്പോൾ പാകമായില്ലെന്നാണ് അർത്ഥം. അപ്പോൾ കുറച്ച് നേരം കൂടെ ഇരിക്കട്ടെ. നല്ലൊരു മണം. അപ്പോൾ ഹലോ ഗൈസ്, ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്. അരിയെല്ലാം പൊരിഞ്ഞിങ്ങനെ ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ എണ്ണ പാകമായി, കണ്ടോ, പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണ പാകമായി എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കിനി തീയൊന്ന് ഓഫാക്കാം. ഇനി നമ്മുടെ പൊടികളുണ്ടല്ലോ, നമ്മളെടുത്ത് വെച്ച അതിമധുരം, അതൊക്കെ നിങ്ങൾ അല്ലാതെ ഇട്ടതാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ കൂടെ ഇട്ട് ആ സെയിം ക്വാണ്ടിറ്റി എടുത്താൽ മതി. ഇപ്പം ഞാൻ പൊടികൾ എടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ അതിമധുരവും മഞ്ഞൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചൂടിൽ തന്നെ അതിരുന്ന് പാകമായിക്കൊള്ളും. വേണമെങ്കിൽ ഒന്ന് ചൂടായി കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലൈറ്റായിട്ട് ഒരു ചെറിയ തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒരു ചെറിയ ചൂട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ചൂട് കൊടുക്കുകയാണ്. തിളയ്ക്കേണ്ട ആവശ്യമില്ല, ചെറിയൊരു ചൂട്, തീ കുറച്ച് വെച്ചാണ്. അപ്പോൾ ഞാനിവിടെ ഒന്ന് ചെറിയൊരു ചൂടാവാൻ വച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2-3 മിനിറ്റ്സ് അത്രയേ ഉള്ളൂ, ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി വെക്കാം. തീ ഓഫാക്കിയിട്ട് ഇനി നമുക്ക് ഇങ്ങനെ തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൽ തന്നെ ഇരിക്കണം. ഇന്ന് രാത്രി ഫുള്ളായിട്ട് ഇതിൽ തന്നെ ഇരിക്കണം. അപ്പോൾ അതിൻ്റെ എസൻസ് എല്ലാം അതിൽ ഇറങ്ങിയിരുന്ന് നമുക്ക് നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടും. ഇനി നമുക്ക് ഒരു നാളെ ആകുമ്പോൾ ഇതെടുത്ത് നോക്കാം, അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ റെഡിയാണ്. കണ്ടോ, ഒരു ബ്രൗൺ കളറിലിരിപ്പുണ്ട്. ഇത് ഞാനൊരു ഗ്ലാസ് ബോട്ടിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഓയിൽ സൂക്ഷിച്ച് വെച്ച് കുറേ ദിവസമൊക്കെ യൂസ് ചെയ്യുന്ന ഓയിലുകളെല്ലാം ഗ്ലാസ് ബോട്ടിൽ ഒഴിച്ച് വെച്ചിരിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ അല്ലാത്ത ബോട്ടിൽ ഒഴിച്ച് വയ്ക്കും. അപ്പോൾ എനിക്ക് ഇത്രയും ബാലൻസ് ഇത്രയുണ്ട്. ഇങ്ങനെ 2 ബോട്ടിലായിട്ട് ഞാൻ വീത്തി വെച്ചിട്ടുണ്ട്. ഇത് കുറേ ദിവസം, നമുക്ക് ഒത്തിരി ദിവസം യൂസ് ചെയ്യാൻ കാണും. കാരണം നമുക്ക് നമ്മുടെ ഫേസിലും വെറും ഒരു 3 തുള്ളി മതി. ഒത്തിരി നമുക്ക് ഗുണം കിട്ടുമെന്ന് പറഞ്ഞാൽ ഒത്തിരി വാരി അപ്ലൈ ചെയ്യുന്നത് നല്ലതല്ല സ്കിന്നിന്. ഒരു 3 ഡ്രോപ്സ് മതി നമ്മുടെ മുഖത്ത്. പിന്നെ കഴുത്തിലൊരു 3 ഡ്രോപ്സ് മതി. അത്രയും ധാരാളമാണ്. അപ്പോൾ
ഞാനിതിവിടെ എടുക്കുന്നുണ്ട്. ഇതെല്ലാം കുഞ്ഞു മക്കൾക്ക് വരെ ഇത് യൂസ് ചെയ്യാം. ചില അമ്മമാരൊക്കെ വിഷമിക്കാറുണ്ട് കുഞ്ഞു മക്കൾക്ക് നിറയില്ലെന്നൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഇത് എടുത്ത് ഡെയിലി മസാജ് ചെയ്ത് കുഞ്ഞു മക്കൾക്കൊക്കെ മസാജ് ചെയ്ത് കുളിപ്പിക്കുകയാണെങ്കിൽ, ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് നല്ല റിസൾട്ട് കിട്ടും, നല്ല സ്കിൻ ഇമ്പ്രൂവ്മെൻ്റ് ആവും. അതുപോലെ പിഗ്മെൻറ്റേഷന് ടാൻ അടിച്ചിരിക്കുന്നവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇതൊരു 3 തുള്ളി എടുത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം അങ്ങനെ രാവിലെ വരെ അങ്ങനെ ഉറങ്ങാം, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണെങ്കിൽ മസാജ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് കിടക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചെറിയ ചെറിയ തരി പോലുള്ള പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം എനിക്ക് നേരത്തെ ഓയിലി സ്കിന്നായിരുന്നപ്പോൾ ഒട്ടും ഓയിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് കാരണം ഓയിലി സ്കിന്നുകാർ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുക. അല്ലാത്തവർക്ക് അരമണിക്കൂർ വച്ചിട്ട് വാഷ് ചെയ്യുക, ഇല്ലെങ്കിൽ അങ്ങനെ വിടാം. അപ്പോൾ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത്രയും ഇങ്ങനെ എടുക്കുന്ന അളവിന് മതി, കണ്ടോ? ഇത്രയും മതി നമ്മുടെ മുഖത്തും കഴുത്തിനായിട്ട്, ഇത്രയും ധാരാളമാണ്. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് മുഖത്തും നല്ല മണമാണ്. ആ പാല് നമ്മളിതിൽ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നാച്ചുറൽ ബ്ലീച്ചിങ് ഏജൻറ്റ് കിട്ടും. നമ്മുടെ സ്കിന്നെ മോയ്സ്ചറൈസ് ആയിട്ട് വെച്ചിരിക്കാൻ സഹായിക്കും, നാച്ചുറലായിട്ട് ബ്ലീച്ച് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മഞ്ചിഷ്ടയൊക്കെ നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റി ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മഞ്ചിഷ്ട. അതുപോലെ അതിമധുരം എല്ലാ ബ്യൂട്ടി പ്രോഡക്ട്സിലും വരുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ കഴുത്തിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നൊന്ന് ഇരുണ്ട് പോയതായിട്ട് തോന്നാറുണ്ട് സാധാരണ എപ്പോഴും അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ. എന്നിട്ട് നമ്മൾ മസാജ് ചെയ്തതിന് ശേഷം അത് ഫേസ് വാഷ് ചെയ്യുമ്പോൾ നല്ലൊരു ബ്രൈറ്റ്നസ് ഒരു ഗ്ലോയിങ് ഒക്കെ കിട്ടും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ മുകളിലോട്ട് മാത്രമേ മസാജ് ചെയ്യാവൂ, ഇങ്ങനെ താഴോട്ട് മസാജ് ചെയ്യരുത്, നമ്മുടെ സ്കിന്ന് തൂങ്ങിപ്പോവും. അപ്പോൾ എപ്പോഴും മുകളിലോട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. ഒരു 40 അല്ല ഒരു 30 ഒക്കെ കഴിയുമ്പോഴേ നിങ്ങൾ ഓയിൽ മസാജ് ഡെയിലി ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് അപ്പോഴാണ് ഈ ഫൈൻ ലൈൻസ് ഇവിടെയുള്ള ഈ ചിരിക്കുമ്പോൾ ഈ ഫൈൻ ലൈൻസ് തൂങ്ങിപ്പോകുന്നത് സ്കിൻ. അതുപോലെ ഇവിടെ ഡാർക്ക് സർക്കിൾസും ലൈൻസ് ഒക്കെ വരാൻ തുടങ്ങുന്നത്. അപ്പോൾ 30-ലിരുന്ന് നമ്മളിത് ആരംഭിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് യങ്ങായിട്ടിരിക്കും, ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒന്നും വരാതെ നല്ല യങ്ങായിട്ടിരിക്കും. അപ്പോൾ നേരത്തെയൊക്കെ ഞാൻ റെഗുലറായിട്ട് ചെയ്യാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറവാണ്. ചെയ്തതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ വച്ചിരുന്നിട്ട് പിന്നീട് നിങ്ങൾ എന്തെങ്കിലും ഒരു മൈൽഡായിട്ടുള്ള ഫേസ് വാഷ് ഇട്ട്, നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ എപ്പോഴും മൈൽഡായിട്ടുള്ള ഫേസ് വാഷ് മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ ഡ്രൈ ആവും. അപ്പോൾ ഇത്രയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്.